ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പാലക്കമാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു അത്തറിൻ്റെ മൂടി അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബീഡ്സ് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററായിട്ട് ഞാനൊരു പെന്നിൻ്റെ ക്യാപ്പും അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് എക്സസ് വരുന്ന ക്ലേ ഒക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് എല്ലാം സൈഡിലുള്ള എല്ലാ എക്സസുള്ള എല്ലാ ക്ലേയും നമുക്കൊന്ന് മാറ്റിയിട്ട് ഒന്ന് കുറച്ചൊരു ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. എൻ്റെ ബാക്ക് സൈഡും കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിലും ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണേ. ഇതിനകത്ത് ഞാൻ ലോലിപോപ്പ് ബീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇരിക്കും ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബീഡ്സും ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് കോർക്കുന്നതിനായിട്ട് ഒരു ഹോളും ഇട്ട് കൊടുക്കണം. പിന്നെ ഇംപ്രഷൻസ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡീപ്പായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്നും കൂടി ഇംപ്രഷൻ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാനിതൊന്ന് കോർക്കുന്നതിനായിട്ടുള്ളൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബീഡ്സും ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മുടെ പെൻഡൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസ് ബീഡ്സ് വേണം. അപ്പോൾ ഞാനത് കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത അത്തറിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇംപ്രഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2 ബീഡ്സും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ 2 ബീഡ്സും കൂടി അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഫൈനലായിട്ട് ഇതുപോലെ ഇരിക്കും. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അത് ബേൺ ചെയ്തിട്ട് നമുക്ക് കളർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് കോട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലും ബാക്കിലും എല്ലാം നമുക്ക് ഗോൾഡൻ കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾഡൻ കളർ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡനും ലൈറ്റായിട്ട് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് വെരി ലൈറ്റായിട്ട് ഇത്തിരി ബ്ലാക്കും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ടത് ഓരോ സൈഡിലായിട്ട് ഒരു സൈഡിൽ കഴിയുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ യൂസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ കൈ മുട്ടിയിട്ട് അതെല്ലാം കളറൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഡ്രൈ ആയി കഴിയുമ്പോൾ അടുത്ത സൈഡ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററായിട്ട് ഡാർക്ക് ഗ്രീൻ കളറോ റെഡ് കളറോ എന്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളറ് ഞാൻ കുറച്ചൊരു തിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കറ്റിൻ്റെ സെൻറ്ററിലായിട്ട് 2 ഡോട്ടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റെഡ് കളറ് കൊടുക്കാം. പിന്നെ ഞാൻ സ്റ്റഡിൻ്റെ ബാക്ക് സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റഡിൻ്റെ ബാക്ക് പിന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വാർണിഷ് യൂസ് ചെയ്യാം. വാർണിഷ് വളരെ അത്യാവശ്യമാണ്. ഈ ജ്വല്ലറിയിൽ നമ്മൾ വാർണിഷ് എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് മാലയുടെ എല്ലാ സൈഡിലും ലോക്കറ്റിലും ആ ചെറിയ ബീഡ്സിലും എല്ലായിടത്തും നന്നായിട്ട് വാർണിഷ് യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.